ഞാൻ അങ്ങനെയൊന്നും പൈസ ചിലവാക്കുന്ന ഒരാളല്ല. അപ്പം നിങ്ങൾ വിചാരിക്കും എൻ്റെ കയ്യിൽ കുറേ സേവിങ്സ് ഉണ്ടെന്ന്. എന്നാൽ അങ്ങനെയല്ല. എനിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് ഞാൻ ഡർമാ റോളർ, ഹെയർ ഗമ്മി, ഹെയർ ഓയിൽ, ഹെയർ ഷാമ്പു ഇതൊക്കെ വാങ്ങി ഞാൻ എൻ്റെ പൈസ തീർക്കും. ഇതൊക്കെ വാങ്ങിയിട്ടും ഒരു കാര്യമില്ലല്ലോ എന്ന് വിചാരിച്ചിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ എൻ്റെ അപ്പൻ എന്നോട് വന്ന് പറഞ്ഞു, എടാ മുടി പോയാ പോട്ടെ, മഹാത്മാഗാന്ധിയെ കണ്ടിട്ടില്ലേ, നല്ല ബുദ്ധിയുള്ളവരുടെ മുടിയാടാ പെട്ടെന്ന് പോകുന്നത് എന്ന്. അപ്പം ഞാൻ എൻ്റെ അപ്പൻ്റെ മുഖത്ത് നോക്കി ചോദിച്ചു, എന്നിട്ട് ബുദ്ധിയില്ലാത്ത നിങ്ങളുടെ മുടി എങ്ങനെ പോയി തന്തേ എന്നുള്ളൊരു ചോദ്യത്തിന് എൻ്റെ അപ്പൻ്റെ ഭാഗത്തു നിന്നുള്ള ഒരു ഡീപ്പ് സൗണ്ട് ആയിരുന്നു. ഞാൻ അതും കേട്ട് വയറിനിറങ്ങി എൻ്റെ കൂട്ടുകാരന്മാരുടെ അടുത്ത് പോയി ഈ കാര്യം പറഞ്ഞു. അപ്പോൾ കൂട്ടുകാരന്മാരിൽ ഒരുത്തൻ പറഞ്ഞു, എടാ ഈ ഒരു ഭ്രാന്തനെ പോലെ നടന്നാൽ മതി. അപ്പം ഞാൻ അതെന്താടാ ചോദിച്ചപ്പോൾ അവൻ പറയാം, ഭ്രാന്തന്മാരെ കണ്ടിട്ടില്ല, എല്ലാത്തിനും നല്ല മുടിയും താടിയുമാണെന്ന്. അപ്പം എൻ്റെ ഒരു വേറൊരു കൂട്ടുകാരൻ പറഞ്ഞു, എടാ മുടി പോയാൽ പോട്ടെ, പ്രേതം സിനിമയിലെ ജയസൂര്യനെയൊക്കെ നീ കണ്ടിട്ടില്ലേ, മുട്ടയടിച്ച് താടിയുള്ള മോഡൽ, അങ്ങനെ നിനക്ക് നടന്നുകൂടെയെന്ന്. അത് നല്ല മോഡലല്ലേ? അതെ നല്ല മോഡലാണ്, പക്ഷെ താടി വളർത്താൻ താടി എവിടെ? എനിക്ക് താടിയില്ലല്ലോ. എൻ്റെ അപ്പൻ്റെ വീട്ടുകാർക്ക് മുടിയില്ലെങ്കിലും നല്ല താടിയാ, പക്ഷെ എന്തുകൊണ്ട് എനിക്ക് താടി വന്നില്ല എന്ന് ഞാൻ ആലോചിച്ചു. അപ്പോഴാണ് ആ നഗ്ന സത്യം ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ അപ്പൻ്റെ വീട്ടുകാർ തരിശുഭൂമിയാണെങ്കിൽ എൻ്റെ അമ്മയുടെ വീട്ടുകാർക്ക് കൊറ്റനാടിന് പൂട മുളച്ച പോലെ ഇവിടെ മാത്രമുണ്ട് 4 രോമം. അതെനിക്കും വന്നു. മാനുഫാക്ചറിങ് ഡിഫക്റ്റ്. ഇതെല്ലാം ആലോചിച്ച് ഭ്രാന്ത് പിടിച്ച് ഇൻസ്റ്റഗ്രാമിൽ ഞാൻ റീൽസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്നൊരു റീൽസ് വന്നു, എങ്ങനെയുള്ള പുരുഷന്മാരെയാണ് സ്ത്രീകൾക്കിഷ്ടം. ഞാനത് കണ്ട് പെട്ടെന്ന് പോയി കമൻറ്റ് ബോക്സിൽ നോക്കിയപ്പോൾ അതിനകത്തൊക്കെ എഴുതിയിരിക്കുക, നല്ല മുടി, കട്ട താടി, ഭയങ്കരമായിട്ട് മീശ, 6 പാക്ക്, കോപ്പ്. എന്നിട്ട് ഞാൻ അതിനകത്ത് കമൻ്റ് ഇട്ടു, ഈ നല്ല മുടിയും താടിയൊന്നും ഇല്ലെങ്കിലും നല്ല മനസ്സാണെങ്കിലോ എന്ന്. അപ്പോൾ അതിന് കമൻ്റായിട്ട് എനിക്ക് റിപ്ലൈ ആയിട്ട് 3 കമൻറ്റാണ് വന്നേ. ഫസ്റ്റ് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എടാ നല്ല മനസ്സില്ലെങ്കിലും എനിക്ക് മുടിയും താടിയും വേണവടാന്ന്. അപ്പോൾ അവള് പോയി. രണ്ടാമത്തേത്, അന്നെ നമുക്ക് ഇഷ്ടമായിരിക്കുന്നു, ഈ ഇങ്ങോട്ട് പോരെ, അനക്ക് നമ്മൾ പൊറോട്ട ഇറച്ചിയും വാങ്ങിത്തരാന്ന്. 3-ാമത്തെ കമൻറ്റ് അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, മുടിയും താടിയൊക്കെ എന്തിനാടാ മുത്തേന്ന്. അതും കിടുക്കാച്ച് പ്രൊഫൈൽ, അടിപൊളി പെൺകുട്ടി. എനിക്ക് അങ്ങനെയുള്ള ഒരു വൈബിലുള്ള പെൺകുട്ടി തന്നെയാണ് ഇഷ്ടം. ഞാൻ വേഗം അവളുടെ അക്കൗണ്ടിൽ കയറി ഹായ് എന്ന് അങ്ങോട്ട് മെസ്സേജ് അയച്ചു. പെട്ടെന്ന് എനിക്ക് റിപ്ലൈ വന്നു, ഓഡിയോ കോൾ 250, വീഡിയോ കോൾ 500. അങ്ങനെ അതും പോയി. പിന്നെ ഭാഗ്യത്തിന് നിന്നെ കാണാൻ കാക്കയെ പോലെ കറുത്തതാണ്, നിന്നെ കണ്ടാ പെറ്റതള്ള സഹിക്കൂല എന്നൊന്നും ആരും പറയാത്തത് കൊണ്ട് ഞാൻ ആ സമാധാനത്തിലിരുന്നു. അങ്ങനെ മുടി പൊഴിയുന്ന എല്ലാ യുവാക്കളോടും എനിക്ക് പറയാനുള്ളത്, മുടി പോയാൽ പോട്ടെ, മുടിയില്ലാത്ത എത്രയോ പേര് അന്തസ്സായിട്ട് ജീവിക്കുന്നില്ലേ, എത്രയോ വലിയ വലിയ നിലയിലൊക്കെ എത്തിയിട്ടില്ലേ എന്നൊക്കെ പറയുന്നവരോട് നിങ്ങൾ തിരിച്ചു ചോദിക്കണം, അങ്ങനെയാണെങ്കിൽ നിന്റെ പെങ്ങളെ എനിക്ക് കെട്ടിച്ച് തരുവോടാന്ന്. കെട്ടിച്ച് തരാമെന്നാണെങ്കിൽ പിന്നെ നിങ്ങൾ മുടിയൊന്നും വളർത്തണ്ട, പോട്ടെ. ഇല്ലെങ്കിൽ മുടി പോവുകയാണെങ്കിൽ കുടുംബത്തിന്റെ ആധാരം പണയം വെച്ചിട്ടാണെങ്കിലും വേണ്ടില്ല, നമ്മൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തിരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ വാക്കുകൾ നിർത്തുന്നു.